ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയും പ്രവർത്തകനുമൊക്കെയായ മനാഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനാഫ്, ഇപ്പോൾ ഈ 6ാമത്തെ സ്ഥലം സ്പോട്ട് 6 എന്ന് മാർക്ക് ചെയ്ത ആ സ്ഥലത്തു നിന്നാണ് മനുഷ്യൻ്റേത് എന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ വിശദമായ ശാസ്ത്രീയ പരിശോധനയൊക്കെ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആരുടേതാണ്, എങ്ങനെ എത്തി, അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ സാക്ഷി പറഞ്ഞതിൽ ഇന്നലെ വരെ 5 സ്പോട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അപ്പോൾ സാക്ഷിയെ അവിശ്വസിക്കേണ്ടി വരും എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഈ സാക്ഷി പറഞ്ഞതിൽ വിവരങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായി ഈ കണ്ടെത്തലിനെ കണക്കാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ശുഭപ്രതീക്ഷയിലായിരുന്നു. അതുപോലെ തന്നെ 6ാമത്തതിൽ മാത്രമല്ല, ഇന്നലെയും കണ്ടെത്തിയിട്ടുണ്ട്, പുറത്തുവിടായിട്ടാണ്. ഏതായാലും ഇനി ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാവർക്കും സംസാരിക്കാം. എല്ലാ മാധ്യമങ്ങളും ഒരു പ്രതിരോധത്തിലായിപ്പോയിന്. പക്ഷെ ഇത്രയും വലിയൊരു റിസ്ക് ഉള്ള ഒരു കേസ് ഭീമ വന്നിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവും എന്നുള്ളത് ആർക്കായാലും മനസ്സിലാവും. അല്ല, ഇന്നലെ ഏത് സ്പോട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്? എന്തുകൊണ്ടാണത് പുറത്തു വരാതിരുന്നത്? ഈ ഇന്നലത്തെ കണ്ടെത്തൽ ഇപ്പോൾ തന്നെ അവിടെ ചെറിയ തോതിൽ ഒരു സംഘർഷ ഒരു പശ്ചാത്തലമാണ് ഇപ്പൊ ഉള്ളത്. അത് ഇനി വരും ദിവസങ്ങളിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. ഇത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് SITന്റെ ഉദ്ദേശം. ഇതന്നെ ഇപ്പോഴത്തെ ഒരു പ്രഷർ കാരണമാണ് ഇത് പുറത്തു വിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി പൂർണ്ണമായ തോതിൽ ഖനനം നടത്തുന്നതിന് ശേഷം പുറത്തു വിടാന്നുള്ളതാണ് SITന്റെ ഉദ്ദേശം. അപ്പൊ ഇന്നലെ കണ്ടെത്തിയിരുന്നു, അത് പുറത്തു വിടാത്തതാണ് SIT അല്ലേ? അതെ അതെ. അപ്പൊ ഈ പരിശോധന ഇനിയിപ്പോൾ മനസ്സിലാക്കുന്ന 7 സ്പോട്ടുകൾ ഇനി ബാക്കിയുണ്ട് അല്ലേ? SITയില് പ്രണവ് മോഹന്തിനെ സ്ഥലം മാറ്റണം, അങ്ങനെ പല കാര്യങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോലത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഗ്രൂപ്പാണ് ഇപ്പൊ SITയിലുള്ളത്. ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ പ്രണവ് മോഹന്തിയും ഈ ടീമിനെയും നിയോഗിച്ചത്. ആ സ്വാതന്ത്ര്യമൊക്കെ ഗവൺമെന്റ് തലത്തില് ജസ്റ്റിസ് ഫോർ സൗജന്യക്ക് കിട്ടിയിട്ടുണ്ട്. ഉദ്ദേശിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അന്വേഷണ ടീം നിന്നുപോയാൽ ഇത്രയും കൊല്ലത്തെ എല്ലാവരുടെയും പ്രയത്നം അവിടെ വിഫലമായിപ്പോകും. ശരി, ഏതായാലും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.